നീ എവിടെയാ പോന്നേ? ഞാൻ ബാങ്ക് പോയി ഗ്ലാസ് വെള്ളം നോക്കട്ടെ താഴ്ചിട്ട് ഇതോ പോലെ അങ്ങനെ നടന്നിങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് വെള്ളം എടുത്തു. ബാങ്കിൽ മീറ്റിംഗ് ആയിരുന്നു. ഞാൻ നിന്നെ എത്ര വിളിച്ചിന്? എന്തിന്റെ മീറ്റിംഗ് ആണ്? ബാങ്കില് ഞാൻ നിന്നെ വിളിച്ചിട്ട് എത്ര വിളിച്ചിന്? എന്നെ ഒച്ചത്തിൽ വിളിക്കണ്ടേ? കൊറേ വിളിച്ചിന്. ഞാൻ വെച്ച് നീടി ഉണ്ടാവില്ല അല്ലെ വരുന്നുണ്ടാവില്ലാന്ന്. എന്നാ എന്നെ വിളിക്കണ്ടേ? കേട്ടിനാ? ഞാൻ ആത്തങ്ങാനും ഉണ്ടാവും. ഞാൻ കൊറേ വിളിച്ചിന്. എന്നിട്ട് പോകുമ്പോ ഒരു മീറ്റിങ്ങിന്റെ ഇപ്പൊ കൊല്ലത്തിലുണ്ടാവുന്നല്ലേ? അതെ, എന്നാ ആയിട്ട് കിട്ടീനി? പൈസ ഉണ്ട്. പോയിട്ടുണ്ടായി കാര്യോ? പൈസ കിട്ടീനാണ്. തൊപ്പം കിട്ടീനാ? ഇപ്രാവശ്യം 80 ഉറുപ്പ്യ കിട്ടീന്. ചായയും കടിയും. ഓ, 100 ഉറുപ്പ്യായില്ലേ? 100 ഉറുപ്പ്യായി. 30 ഉറുപ്പ്യ, 20 ഉറുപ്പ്യ ചായക്കുമായി. 26 ഉറുപ്പ്യ ബസ്സിന് പോയാലും ഒരു 50 ഉറുപ്പ്യ ലാഭമില്ലേ? ലാഭം തന്നെയാണ്. ഞാൻ എല്ലാ കൊല്ലവും പോലുണ്ട്. വെറുതെ ഇവിടെ ഇരിക്കുന്ന 50 ഉറുപ്പ്യ കിട്ടിയില്ലേ? 33 കൊല്ലം ഞാൻ ആയിരുന്നു ആ ബാങ്ക് തുടങ്ങിയിട്ട് തന്നെ. 33 പോലേമോ അന്നേരെ ഞാൻ പോലുണ്ട്. അതെല്ലേ? പോയിട്ട് ചായ കിട്ടും, എപ്പോഴും ചായ കിട്ടും. ഇപ്പൊ 2-3 കൊല്ലായി പൈസ. ഇനിയിപ്പോ എന്നെ വിളിച്ചോ? അതെ, അതന്നെയാണ്. കേൾക്കാൻ മാത്രം വിളിക്കണോ? ആത്തുണ്ടായി ഒന്നും കേൾക്കൂല. അതൊരു കഥയാണ്. ഇന്നലെ ചിരിച്ച് പണി വരും. മീറ്റിംഗ് വെച്ചിട്ട് ഇത് അവരെ കണക്ക് ചെലവ് പറയലല്ലേ, അതാരെങ്കിലും കേൾക്കാൻ നിന്നാ 2:30 മീറ്റിംഗ്. 2:30-3 മണിക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ 2:40 ബസ്സിനിരുന്ന് പോയി നോക്കുമ്പോഴത്തേക്ക് എന്ത് പണിയെടുത്തു? ആരും വന്നില്ല. എല്ലാരും വന്ന് കസേരയിൽ നേരത്തി ബാങ്ക് സെക്രട്ടറി എല്ലാരും വന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് തൊഴിലുറപ്പുകാരുണ്ട്. അവർക്ക് ഇത് വേഗം പോവാൻ വേണം. അവർക്ക് ചായയും കിട്ടണം, പൈസയും വേണം, വേഗം പോവാൻ വേണം. പണിയും നടക്കണം. ചാടുന്നവരാ ചായ എടുക്കുന്ന സമയത്താണ് കയറി വന്നത്. അതിനടുത്താണ് തൊഴിലുറപ്പുകാർ. ഇപ്പൊ നമ്മളായാലും ഒരാവശ്യത്തിന് മീറ്റിങ്ങിന് പോകൂലേ? അപ്പൊ അവരവിടെ വന്നു. അവര് പറഞ്ഞു അവർക്ക് വേഗം ചായയും കൊടുത്ത് വരി നിന്ന് പൈസ. ഇതാരെങ്കിലും മീറ്റിംഗ് ആക്കാൻ നിന്നാ എല്ലാരും പോയിട്ട് വരി നിന്നും പൈസ കൊടുത്തു. എല്ലാരും പൈസ കൊടുത്തു. പിന്നെ അവിടെ അടിയായി. എന്താ വെച്ചാൽ ഇങ്ങനെ ഇരുന്നവരവിടെ ഇരുന്നൊക്കെ തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി മുതൽ എന്ത് വേണമെന്ന് വെച്ചാല് വന്നവർക്ക് ആദ്യം പൈസ കൊടുക്കുക. പോന്നവർ പോയിക്കോട്ട് ഇരിക്കാൻ കഴിയാത്തവർ ഇരിക്കണ്ട. ഈ മീറ്റിംഗ് കേൾക്കാൻ കഴിയാത്തവർ കേൾക്കണ്ട. ഇത് വെറുതെ വരും എന്തിനും ഈ പൈസക്ക് വേണ്ടിയിട്ട് മാത്രം. പൈസയും ചായയും കുടിച്ച് അപ്പാടെ അവർ സ്ഥലം പോയി. ഇതെല്ലാം കേൾക്കുകയില്ല. വരവ് ചെലവും കേൾക്കുക. നമ്മൾ നാളെ ബാങ്കിൽ പോയാൽ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ബാങ്കിൽ പോയാൽ അതൊന്നും ഇവർക്ക് അറിയണ്ട. എന്ന് വെച്ചാൽ ഇവർക്ക് ഈ കിട്ടി അപ്പാടെ അത് കൊടുത്തിട്ട് പോയി. എന്നുവെച്ചാൽ നമ്മളെല്ലാം അങ്ങനെ തന്നെയല്ലേ. ഞാനല്ല എല്ലാവരും പോകുന്നുണ്ട്. ഇതിന് പോകാണ്ടില്ല. എന്നിട്ട് പോയി അപ്പൊക്ക് വരുമ്പോഴത്തേക്കിൽ അവിടെ വണ്ടി നിർത്തി. ഒരു മാങ്ങയും വണ്ടിയെല്ലാം 2 മാങ്ങയും മേടിച്ചു കാണുന്നു. മാങ്ങ മേടിച്ചിട്ട് അതാ പിള്ളേർ അതിലേക്കൂടി എൻ്റെ പിള്ളേരെ കൊണ്ടുപോയി. ഇവിടെ ഇതിലേക്കൂടി പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ പൊളിച്ചെന്നാൽ പിള്ളേർ പറഞ്ഞു വേണ്ട നമ്മൾ കൊണ്ടുപോയിക്കൊള്ളുന്നിട്ട് പിള്ളേരെ ഇതിനെ വാങ്ങി എടുത്തങ്ങ് പോയി. അങ്ങനത്തെ ഒരു കഥയാണ്. അനക്കൊരു 80 ഉറുപ്പ്യ കിട്ടിയോണേ. ഇനി നീ പോകുമ്പോ പറയണേ. എല്ലാരും വിളിക്കണം എന്ന് പറഞ്ഞു ബാങ്കിൽ നിന്ന്. അവരടുത്ത് തെറ്റൊന്നുമില്ല. എല്ലാരും വിളിച്ചോന്നു. ഞാൻ എല്ലാരും വിളിക്കുകയും ചെയ്തു. പക്ഷെ നിന്നൊക്കെ അത്ര ആളുണ്ട്. നല്ല ആളുണ്ട്. ഈ പ്രാവശ്യം നല്ല ആളാണ്. ഇന്ന് കമ്പനിക്ക് പോകുന്ന ആടെ ഒരു നമ്മളെ മെമ്പറില്ലേ, ആ മെമ്പറെ വീടിയൊക്കെയാണ്. എല്ലാ പഴംപൊരിയും ബോഡിയും രണ്ടും ഉണ്ട്. നല്ലൊരു കടിയും ചായയും കുടിച്ച് നേരം കൂട്ടുന്ന പൈസയായി ചായയും കടിയായി. അതാണ് നല്ലൊരു ഇതായില്ലേ. അതുകൊണ്ട് എനിക്ക് പോകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാന്നാല് കേട്ടാ. ശരി എന്നാല് ഞാൻ പോട്ടേനെ. വെള്ളം മതി. പിള്ളേരുണ്ടാവും നോക്കി നടന്നു. ഇതെല്ലാം കയറിയിട്ടാ വരുവാന്ന് പറഞ്ഞില്ലേ കൂടി വരുമ്പോ